ഹായ് ഹലോ വെൽക്കം ടു മാളു സ്പീക്കിംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. ട്രിവാൻഡ്രം വെട്ടുകാട് ചർച്ചിലെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ റിലേറ്റഡ് ലൈറ്റിങ്സും കാര്യങ്ങളും കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആദ്യം ശംഖുമുഖത്ത് പോയി അവിടുത്തെ ഗോസ്റ്റ് ഹൗസ് ഒക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഗോസ്റ്റ് ഹൗസ് ഓപ്പൺ ചെയ്യാൻ ഇനിയും 2-3 ദിവസം എടുക്കുമെന്ന്. അപ്പോൾ അമ്മയും ചെറിയും വിഷ്ണുവും കൂടെ ഓട്ടോയിൽ വരുമായിരുന്നു. അവരെത്തുന്നവരെ നമ്മൾ ഓരോ കട്ടൻ കാപ്പിയും പരിപ്പുവടയും ബജിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വെട്ടാടിലേക്ക് പോയി. അവിടെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ടായിരുന്നു. അതെ, എൻ്റെ മോനും നല്ല സന്തോഷത്തിലാണ്. എൻ്റെ ഹസ്ബൻഡ് അറിയാവുന്നുള്ള മലയാളത്തിൽ എൻ്റെ വ്ളോഗിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ ആം സോ ലക്കി ടു ഹാവ് യു. അല്ലേടാ ചെറുക്കുട്ടി? അപ്പം നന്നായിട്ട് സംസാരിച്ചല്ലേടാ? വെട്ടുകാട് ബീച്ചിൽ മാളുണ്ട് കൊച്ചും കൂടി ഇങ്ങനെ പോവാണ്. വ്ളോഗിങ് ആണ്, വ്ളോഗിങ്. ശരി, ഇങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വായി നോക്കണമെന്നാണെന്ന് തോന്നുന്നത്. ശരി, വായി നോക്കണം. മാളു എങ്ങനെ തിരി മാളു കണ്ട 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 എടുത്തോ. കണ്ണെന്തോന്ന് വെച്ചോണ്ടിരിക്കുക നോക്ക്. ഈ കണ്ണാടിക്ക് ഒരു പീസിന് 100 രൂപയാണ് കേട്ടോ. ഞാൻ എല്ലാവരെയും പോലെ വെച്ച് നോക്കി ഫോട്ടോയൊക്കെ എടുത്തിട്ട് അതുപോലെ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചെറിയ ബേബി ലൈറ്റ്സ് ഒക്കെ കണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അവൻ ഈ ആൾക്കൂട്ടമൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന കാറ്റഗറിയിലുള്ളൊരു കുട്ടിയാണ്. നല്ല ലൈറ്റ്. കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാനും ചേട്ടനും കുഞ്ഞിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ വേണം കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാൻ, ചേട്ടൻ ഇങ്ങനെ വെറുതെ എൻ്റെ കൂടെ നടക്കുമെന്നൊക്കെ പറയുമായിരുന്നേ. പക്ഷേ ബേബി വന്നതിന് ശേഷം അവനിപ്പം പുറത്ത് പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ചേട്ടനാണ് ഒരുപാട് നേരം അവനെ കയ്യിലെടുക്കാറ്. അവനെ തറയിൽ വെക്കാതെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വ്ളോഗ് എടുക്കാനൊക്കെ പറ്റും. അവനും പിന്നെ അപ്പയടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇത്തവണയാണ് ചേട്ടൻ വന്നപ്പോൾ അവൻ ചേട്ടനുമായിട്ട് നല്ല രീതിയിൽ ക്ലോസ് ആയത്. ഇപ്പം എല്ലാവരും തിരിച്ചറിയാനൊക്കെ തുടങ്ങിയൊരു സമയമായപ്പോൾ അവനിപ്പം അവൻ്റെ അച്ഛനാണെന്നൊക്കെ അവന് തിരിച്ചറിയാൻ പറ്റുകയും കണ്ടാൽ ചിരിക്കുകയും വിളിക്കുമ്പോൾ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പടുകൂറ്റൻ ക്രിസ്മസ് ട്രീയുടെ ഒരു ലൈറ്റ് സെറ്റിംഗ് ഉണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് അതിനകത്ത് കയറി ഇന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ വന്നത് കേട്ടോ. അവിടെ ഒരുപാട് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ അമ്മയും വിഷ്ണുവും കൂടെ നടന്ന് ഒരു വഴിക്കങ്ങ് പോയി. പിന്നെ വിഷ്ണു അവൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ അങ്ങനെ പോയി. പിന്നെ നമ്മൾ 3 പേരും കൂടെ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ അകത്ത് കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ചേട്ടൻ എപ്പോഴും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ എനിക്ക് പണ്ടേ സപ്പോർട്ടാണ്. ഇപ്പം ഭയങ്കര എക്സ്ട്രാ സപ്പോർട്ടാണ്. മോൻ വന്നപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഒരു ത്രില്ലിലാണ്. കാരണം ആഗ്രഹിച്ച പോലൊരു മോനെ കിട്ടി, ആഗ്രഹിച്ച പോലൊരു മോനെ കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റി എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മുടെ ഒരു ത്രിൽഡ് ആയിട്ടുള്ള മൊമെൻ്റാണ്. എനിക്ക് അവനെ കൊണ്ട് വന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സന്തോഷം. ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. വിഷ്ണു എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ്. ഞാൻ എൻ്റെ വ്ളോഗ് ഇടുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ അധികവും ഞാൻ എല്ലാവരും പോകാറുള്ളൂ. ഇതാണ് കടല്. എൻ്റെ കൊച്ചിനറിഞ്ഞൂടെ, അവൻ ആദ്യമാ. നമ്മൾ 2025 ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എൻ്റെ ചെറുക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ്. ലൈറ്റൊക്കെ കണ്ടിട്ട്. ലൈറ്റ് കണ്ടോ മോനെ? ലൈറ്റ് കണ്ടാടാ? ലൈറ്റ് കണ്ടാടാ? ലൈറ്റ് നോക്കണേണ്ട. അതാണ് എൻ്റെ കുഞ്ഞ്. ലൈറ്റ് നോക്കണേടാ. ഈ 2025 അകത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ സ്നോമാൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചെറുക്കുട്ടിക്ക് വിശപ്പടിച്ച് അവനെ ഫീഡ് ചെയ്തു. ഈ ഒരു ടോപ്പ് എൻ്റെ അമ്മാമ്മയുടെ സാരി എന്നാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഫീഡിങ് സിബൊക്കെ വെച്ചിട്ട്. ഫീഡിങ് ടോപ്പ് എല്ലായിടത്തും മസ്റ്റാണ്. ഞാൻ ഓർഡർ ചെയ്തൊക്കെ ഇട്ടിട്ട് അത് പഴയതായി. ഇനി പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു 4-5 days ആയിട്ട് എൻ്റെ ചെറുക്കുട്ടി ബാത്റൂമിൽ പോകുന്നില്ലായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അവൻ കരയുന്നതിന് മുന്നേ തന്നെ ഞാനും എൻ്റെ ചേട്ടനും അത് ഹാൻഡിൽ ചെയ്തു.
നമ്മൾ രണ്ടുപേരും കുഞ്ഞുമായിട്ട് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യണം, കുഞ്ഞ് അപ്പിയിട്ട എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇത്രയും തിരക്കിനിടയിൽ നമ്മൾ പഠിച്ച ഒരു ദിവസമാണിത്. വളരെ പെട്ടെന്ന് കാര്യം സാധിച്ച്. എൻ്റെ അമ്മ പോലും കൂടെ ഇല്ലായിരുന്നു. പക്ഷെ നമ്മളെങ്ങനെയൊക്കെ നമ്മൾ രണ്ടുപേരും കൂടെ ഹാൻഡിൽ ചെയ്ത് പുതിയ ഡയപ്പറൊക്കെ ഇട്ട് അവനെ വീണ്ടും സെറ്റാക്കി ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പറഞ്ഞു ഇത്രയും ബാത്റൂമിൽ പോയി ഹാപ്പി ആയിട്ടിരിക്കുന്ന കുട്ടീനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്രയും ഒരു സഹകരണം എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അവനെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് ഒരിടത്ത് വച്ച് മാറ്റാൻ പോലും സൗകര്യമില്ല. കാരണം പബ്ലിക് പ്ലേസ് ആണല്ലോ. കുറച്ച് ദിവസമായി ആശാനെ ഒന്ന് ബാത്റൂമിൽ പോയി വ്ളോഗ് എടുക്കാൻ. ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഭാഗമെങ്കിലും കാണിച്ചു തരുമായിരുന്നു. നമുക്ക് ഭയങ്കര ചിരിയായിരുന്നു അത് മാറ്റുന്ന സമയത്ത്. എനിക്ക് ഏറ്റവും ചിരി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ കുഞ്ഞ് ബാത്റൂമിൽ പോകുമ്പോൾ കഴിച്ച് ഓടും. പക്ഷെ ഇപ്പം ചേട്ടൻ ഉള്ളതുകൊണ്ട് മാറ്റി. പക്ഷെ എനിക്ക് ആ സാൻഡയുടെ വണ്ടിയിൽ നിന്ന് ഫോട്ടോ എടുക്കണം. ചിക്കൻ പക്കോട അത് ബോൺസ്. ഇപ്പം നമുക്ക് കുറച്ച് കപ്പിൾ ടൈം. ചെറിയ ബേബിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് ചെറിയ ബേബി നമ്മുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ അതിന് മുന്നേ വരെ നമ്മൾ ഭയങ്കര കറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ വന്നിട്ടായിരുന്നാലും അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. ചേട്ടൻ ആസ് എ പാരൻ്റ് എന്താണ് പറയാനുണ്ട് ഇപ്പം നടന്ന ഒരു പക്ഷെ അവൻ്റെ ഡയപ്പർ തൊടൂല, ബാത്റൂമിൽ പോകുമ്പോൾ ഡയപ്പർ മാറ്റാൻ നിൽക്കൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചേട്ടൻ നിന്നു. മാക്സിമം ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു പോകാനായിട്ട് ഓട്ടോ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇനി ഭയങ്കര തിരക്കുമായിരിക്കും. കാരണം ഇനിയാണ് തിരക്കുകളൊക്കെ വരുന്നത് ഇങ്ങോട്ടത്തേക്ക്, എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ടുള്ള പുറപ്പാടായി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, കൊള്ളാം. ഭയങ്കര സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള തീംസും കാര്യങ്ങളൊക്കെയാണ്. കനകക്കുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് വെച്ചിട്ട് നേരിട്ട് കണ്ടത് വെച്ചിട്ടും പറയുകയാണെങ്കിൽ കനകക്കുന്ന് കഴിഞ്ഞാൽ നല്ല ലൈറ്റിങ്സ് ഒക്കെ ഇവിടെയാണ് കേട്ടോ ഉള്ളത്. എനിക്ക് വെട്ടുകാട് പള്ളിയിൽ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ്. ഞാൻ അവിടെ വരുമ്പോൾ ക്യാൻഡിൽസ് വാങ്ങി കത്തിക്കാറുണ്ട്. അല്ലാതെ തന്നെ ഞാൻ എൻ്റെ അമ്മാമ്മയായിട്ടൊക്കെ ഒരുപാട് തവണ അവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ചെറിയ ബേബി വന്നതിന് ശേഷം എനിക്ക് അവിടെ ക്യാൻഡിൽസ് കത്തിക്കാൻ പോകണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ ചെയ്തു. അതിനൊക്കെ നല്ല തിരക്കായിരുന്നു. ക്രിസ്തുരാജനെയൊക്കെ അവിടെ വെളിയിലൊരു ക്രിസ്തുരാജനുണ്ട്. അപ്പം അവിടെയൊക്കെ കയറി പ്രേ ചെയ്യാനൊക്കെ ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ ഷോപ്പിൽ പോയിട്ട് 2 കെട്ട് മെഴുകുതിരി വാങ്ങിച്ചു. എൻ്റെ മനസ്സിൽ എൻ്റെ ആഗ്രഹങ്ങളും എന്ത് പറയാനാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്, എൻ്റെ ബേബിക്ക് വേണ്ടി, എൻ്റെ ചേട്ടന് വേണ്ടിയിട്ട്, നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് എല്ലാം മനസ്സിൽ വിചാരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് തന്നെയാണ് ഞാൻ ആ ക്യാൻഡിൽസ് കത്തിച്ചത്. നമുക്ക് നിൽക്കാൻ പറ്റില്ല, നമ്മുടെ ഫേസ് വരെ മെഴുകുപോലെ ഉരുകുന്ന രീതിയിലുള്ള ചൂടും കാര്യങ്ങളുമാണ്. ക്യാൻഡിൽസ് കത്തിക്കാൻ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡിലുള്ള ലൈറ്റും കാര്യങ്ങളും ഇപ്പോഴാണൊന്ന് ഷൂട്ട് ചെയ്തത്. എൻട്രൻസ് ഒക്കെ നല്ല രീതിയിൽ ആർട്ട് സെറ്റപ്പൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നീടാണ് കേട്ടോ ബ്രദറിനെ വിട്ട് ഷൂട്ട് ചെയ്യിച്ചത്. പിന്നെ ഓട്ടോ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, യൂബർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടി. പക്ഷേ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിലും അവർ ഓട്ടോയിലുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഫേസ് വാഷൊക്കെ ചെയ്തു. ചെറിയ ബേബി ഓട്ടോയിൽ നല്ല ഹാപ്പി ആയിട്ട് വന്നു എന്നാണ് അമ്മ പറഞ്ഞത്. നമ്മൾ 2 വീലറിലാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ആ ലൈറ്റ്സ് ഒക്കെ ഇതുവരെ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ നല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. എൻ്റെ ചെറിയ ബേബിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലൈറ്റ്സ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടുപോവുക. അടിപൊളിയാണ്. നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള തീംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്.